എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ കുംഭകോണത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. നിരവധി ക്ഷേത്രങ്ങളുടെ നഗരമാണ് കുംഭകോണം. കുംഭകോണത്തെ ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രമായ ശ്രീ സാരംഗപാണി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസിൽ ട്രിച്ചി വരെയും ട്രിച്ചിയിൽ നിന്ന് ബസ്സിലുമാണ് ഞാൻ കുംഭകോണത്തേക്ക് എത്തിയത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലാണ് കുംഭകോണം സ്ഥിതി ചെയ്യുന്നത്. കാവേരി, അരസലാർ നദികളാൽ ചുറ്റപ്പെട്ട നഗരം. തഞ്ചാവൂരിൽ നിന്ന് 40 കിലോമീറ്ററും ചെന്നൈയിൽ നിന്ന് 284 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. കുംഭകോണം ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമാണ് കുംഭകോണം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. കുംഭകോണം ടൗണിൽ തന്നെ നിരവധി ബഡ്ജറ്റ്, മീഡിയം, ലക്ഷറി ഹോട്ടലുകൾ ലഭ്യമാണ്. കുംഭകോണം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമാണ് സാരംഗപാണി ക്ഷേത്രത്തിലേക്കുള്ളത്. കുംഭകോണത്തെ പുരാതനവും ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രമായ സാരംഗപാണി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. രാജഗോപുരത്തിന് 11 നിലകളും 173 അടി ഉയരവുമാണ് ഉള്ളത്. ഓരോ നിരയിലും പുരാണങ്ങളും ഐതിഹ്യ കഥകളുമാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഗോപുരത്തിന്റെ 1-ാം നിരയിൽ ഭരതനാട്യ കർണങ്ങളെ ചിത്രീകരിക്കുന്ന ശില്പങ്ങളാണുള്ളത്. സാരംഗപാണി ക്ഷേത്രത്തെ 108 ദിവ്യക്ഷേത്രങ്ങളിൽ ഒന്നായും ശ്രീരംഗവും തിരുപ്പതിയും കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ആവാർമാർ മംഗളാസനം പാടിയിട്ടുള്ളത്. കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ പഞ്ചരംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടും കണക്കാക്കുന്നു. മധ്യകാല ചോളർ, വിജയനഗര സാമ്രാജ്യം, മധുരൈ നായിക് എന്നീ ദക്ഷിണേന്ത്യയിലെ 3 പ്രധാന രാജവംശങ്ങളുടെ വാസ്തുവിദ്യ സ്വാധീനവും ക്ഷേത്രത്തിൽ ഉടനീളം കാണാൻ കഴിയും. ക്ഷേത്ര ഐതിഹ്യമനുസരിച്ച് ഹേമഋഷി മുനിക്ക് വേണ്ടിയാണ് സാരംഗപാണി പ്രത്യക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. ലക്ഷ്മി ദേവിയെ തന്റെ മകളായി ലഭിക്കാൻ ഹേമഋഷി ഒട്രാമറൈ കുളത്തിന്റെ തീരത്ത് തപസ് ചെയ്തു. മഹാവിഷ്ണു തപസ്സിൽ സംപ്രീതനായി മുനിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ആയിരക്കണക്കിന് താമരകൾക്കിടയിൽ ഒട്രാമറൈ ടാങ്കിൽ നിന്ന് ലക്ഷ്മി ദേവി ഉദിച്ചുയർന്നു. താമര ഇതളുകളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ട് കോമളവല്ലി എന്ന് വിളിക്കപ്പെട്ടു. മഹാവിഷ്ണു തന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിൽ നിന്ന് കുതിരകളും ആനകളും വലിക്കുന്ന രഥത്തിൽ ആരവമുതനായി ഭൂമിയിൽ അവതരിക്കുകയും ഒടുവിൽ ലക്ഷ്മി ദേവിയെ വിവാഹം കഴിയുകയും ചെയ്തു. 100ഓളം തൂണുകളുള്ള മണ്ഡപത്തിലൂടെയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നത്. പ്രധാന കവാടത്തിൽ വലിയ 2 ദ്വാരപാലകരുടെ ശില്പങ്ങളുമുണ്ട്. മഹാവിഷ്ണു സാരംഗപാണിയായും ലക്ഷ്മി ദേവി കോമളവല്ലി തായാർ എന്ന പേരിലുമാണ് ആരാധിക്കുന്നത്. ശ്രീകോവിലിൽ പള്ളികൊണ്ടാസനത്തിൽ വലതു കൈയിൽ തലചായ്ച്ചിരിക്കുന്ന രൂപത്തിലാണ് സാരംഗപാണി പ്രതിഷ്ഠയുള്ളത്. കോമളവല്ലി തായാർക്കും പാതാള ശ്രീനിവാസർക്കും പ്രത്യേക സന്നിധികളും ക്ഷേത്രത്തിലുണ്ട്. പടിഞ്ഞാറ് ഭാഗത്താണ് ഹേമഋഷി ശില്പമുള്ളത്. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് സാരംഗപാണി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ. കുതിരകളും ആനകളും വലിക്കുന്ന രഥത്തിന്റെ രൂപത്തിലാണ് പ്രധാന ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്ര ഐതിഹ്യം പോലെ മഹാവിഷ്ണു ആരവമുതനായി ഭൂമിയിലേക്ക് വന്നതിനെ ചിത്രീകരിച്ചിരിക്കുന്നു. ശ്രീകോവിലേക്ക് പ്രവേശിക്കാൻ ഉത്തരായന വാസൽ, ദക്ഷിണായന വാസൽ എന്നീ 2 പ്രവേശന കവാടങ്ങളുണ്ട്. ജനുവരി 15 മുതൽ ജൂലൈ 15 വരെ ഉത്തരായന വാസലും ബാക്കിയുള്ള സമയങ്ങളിൽ ദക്ഷിണായന വാസൽ അഥവാ തെക്ക് കവാടത്തിലൂടെയുമാണ് ഇവിടേക്ക് പ്രവേശിക്കുന്നത്. ഈ കാണുന്നതാണ് ഒട്രാമറൈ ടാങ്ക് എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കുളം. ഹേമഋഷി മണ്ഡപമാണ് കുളത്തിന്റെ മധ്യഭാഗത്ത് കാണുന്നത്. 12 വർഷത്തിലൊരിക്കൽ കുംഭകോണത്ത് നടക്കുന്ന മഹാമഹം ഉത്സവവുമായി ബന്ധപ്പെട്ട 5 വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സാരംഗപാണി ക്ഷേത്രം. തമിഴ്നാട്ടിലെ 3ാമത്തെ വലിയ രഥമാണ് സാരംഗപാണി ക്ഷേത്രത്തിലേത്. 300 ടൺ ഭാരമുള്ള ഇരട്ട രഥങ്ങളാണിത്. ഏപ്രിൽ, മെയ് മാസങ്ങളിലെ ബ്രഹ്മോത്സവത്തിലും ജനുവരി, ഫെബ്രുവരി മാസത്തിലെ രഥസപ്തമി സമയത്തും 100 കണക്കിന് ആളുകളാണ് ക്ഷേത്ര രഥോത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നത്. ഭഗവാന് തന്റെ ഭക്തരോടുള്ള കാരുണ്യം വാക്കുകൾക്ക് അതീതമാണ്. ഇതോടനുബന്ധിച്ച് ലക്ഷ്മിനാരായണൻ എന്ന ഭക്തന്റെ കഥയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ഭഗവാനെ സേവിച്ച ലക്ഷ്മിനാരായണൻ എന്ന ഭക്തന് ജീവിതാന്ത്യത്തിൽ അന്ത്യകർമ്മങ്ങൾ നടത്താൻ അവകാശികൾ ആരുമുണ്ടായിരുന്നില്ല. ഭഗവാന് തന്റെ ഭക്തനെ അവഗണിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഭക്തനു വേണ്ടി അന്ത്യകർമ്മങ്ങൾ നടത്തിയതായി പറയപ്പെടുന്നു. ഇന്നും ക്ഷേത്രത്തിൽ ഈ ചടങ്ങ് ആചരിക്കുന്നുണ്ട്.